ആരോടി പറഞ്ഞു. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞങ്ങളിന്നൊരു ചെറിയൊരു ഷൂട്ടിലാണ് കേട്ടോ. അപ്പോൾ അതായത് വർഷങ്ങളായിട്ട് ഞങ്ങൾക്കൊപ്പം, അതായത് എൻ്റെ ചങ്കായിട്ട് നിൽക്കുന്ന അംജിത് ഖാൻ നെടുമങ്ങാട് കഥയും തിരക്കഥയും എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ആർട്ടിസ്റ്റോ വലിയ താരമൂല്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ കുറച്ച് 4 പേര് മാത്രമേ ഉള്ളൂ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് അംജിത്താണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്, അതുപോലെ ഡയറക്ഷനും ഇല്ല. അപ്പോൾ അംജിത്ത്, നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് എന്തുവാക്ക് പറയൂ. ഷോർട്ട് ഫിലിമെ പറയുകയാണെങ്കിൽ ഇതൊരു 5-6 വർഷം മുന്നേ ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. നമ്മൾ സാഹചര്യം ഒത്തില്ല. പക്ഷേ ഇന്ന് നമുക്കതിനെ പറ്റിയ ടീമിനെ കിട്ടി. നമ്മൾ സുരേന്ദ്രൻ ചേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ആ കഥ സുരേന്ദ്രൻ ചേട്ടൻ്റെ കൊണ്ട് ചെയ്യിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നു. നല്ല രീതിയിൽ ഷൂട്ട് നടന്നു. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എല്ലാവരും കാണുക, വിജയിപ്പിക്കും. അതുപോലെ തന്നെ എനിക്ക് ഒരു സന്തോഷം കൂടി നിങ്ങളെ എത്തിക്കാനുണ്ട്. ഞങ്ങൾ ചെയ്ത ഒരു ചെറിയൊരു വർക്ക് ഇപ്പോൾ പുഷ്പകത്ത് നമ്മുടെ സുനിൽരാജിൻ്റെ ജ്യോതിഷ് മീഡിയ എന്ന ചാനലിൽ ഇപ്പോൾ 205 കഴിഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങളുടെ ഒരു ചെറിയൊരു വർക്ക് ഇത്രത്തോളം ജനങ്ങളത് ഏറ്റെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് പ്രജിത്ത്, തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയാണ്. ഇദ്ദേഹം ശരിക്ക് ഷോർട്ട് ഫിലിമിലും അതുപോലെ തന്നെ സീരിയലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു ടീമിൽ വന്ന് വിളിച്ചപ്പോൾ തന്നെ സന്തോഷപൂർവ്വം വന്ന് പ്രജി എന്താണ് അഭിപ്രായം? ഞാൻ നേരത്തെ നമ്മുടെ സുരേന്ദ്രൻ സാറ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഒന്നാം പ്രതി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് മൂവിയിൽ എനിക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടി. അത് വളരെ സന്തോഷം. തുടർന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രോജക്റ്റിൽ എന്നെ വിളിച്ചു. അത് അതിലേറെ സന്തോഷം. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന സുരേന്ദ്രൻ ചേട്ടനും അതിൻ്റെ സംവിധായകൻ അംജദ് ഖാനും സുനിൽകുമാറിനും ഒക്കെ തന്നെ എല്ലാവർക്കും എൻ്റെ പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. നന്ദി. അതുപോലെ തന്നെ പ്രജിത്ത് ഒന്നാം പ്രതി എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറഞ്ഞെങ്കിലും അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് അംജിത്ത്. കാരണം അതിൻ്റെ തിരക്കഥയും ഡയറക്ഷനും ഞാനൊരാളായിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡയറക്ഷനും എല്ലാ വർക്കുകളും ചെയ്തത് അംജിത്ത് തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷൂട്ടല്ല ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഏറ്റവും കാതലായപ്പോൾ അതിന് ശേഷം എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് എൻ്റെ ഓരോ വർക്കുകളും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്ത ആർട്ടിസ്റ്റുകളൊക്കെ ആയിരിക്കും അഭിനയിക്കുന്നത്. എന്നാലും അവരുടെ ഏതൊരു കുറവും അറിയിക്കാതെ ഇത്രത്തോളം റിസ്ക് എടുത്ത് എനിക്ക് ഈ വർക്കുകളെല്ലാം ചെയ്തു തരുന്ന അംജിത്താണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒട്ടുമിക്ക ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് സുനിൽ വട്ടപ്പാറ. സുനിൽ നല്ലൊരു വേഷം, അതായത് ഇതിനകത്ത് ഓരോ ആർട്ടിസ്റ്റുകൾക്കും അത്രത്തോളം പക്കയായിട്ട് അഭിനയിക്കാനുള്ള കഥയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പറ. വളരെയധികം സന്തോഷമുണ്ട്. മാമൻ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രാധാന്യപ്പെട്ട വേഷങ്ങളാണ് എനിക്ക് തന്നത്. മാമൻ വളരെ നല്ല രീതിക്ക് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ള കാര്യം എനിക്കറിയില്ല, അത് മാമനാണ് പറയേണ്ടത്. മാക്സിമം ശ്രമിച്ചു, അത്ര തന്നെ. ബാക്കി എല്ലാവരും കണ്ടാൽ വിജയിപ്പിക്കണം എന്ന അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിമുകൾ വളരെയധികം വിജയത്തിലെത്തിക്കാൻ നിങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു ഷോർട്ട് ഫിലിമും വെറൈറ്റി ഒരു സബ്ജക്റ്റാണ്. അത് കാണുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. ഇതും കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.